ഈ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത നായരെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച ഡെപ്യൂട്ടി തഹസിൽദാറിനെ സസ്പെൻഡ് ചെയ്തു. അത് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന തോന്നുന്നു. അറസ്റ്റ് ചെയ്യും, ഓക്കെ, അയാളേക്ക് പിടിച്ച് അകത്ത് തന്നെ ഇടണം. പക്ഷേ ഈ ഒരു കാര്യം ഇത് ഭയങ്കരമായിട്ട് ജാതീയ ചിന്ത അയാൾക്ക് ഒന്നായിട്ടുള്ളത് കൊണ്ടല്ലേ അയാളിങ്ങനെ സംസാരിച്ച ഒരു മരിച്ച വ്യക്തിയെക്കുറിച്ച്, അല്ലേ? വളരെ മോശമായിട്ട്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. കാരണം ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടത് ഉയർന്ന ജാതി എന്ന് പറയുന്ന ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ഇതിനെ വെച്ച് മുതലെടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പേര് മുതലെടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ചുമ്മാ ഈ നായർ നമ്പൂതിരിനെയും എല്ലാവരെയും വിളിച്ച് ബ്രാഹ്മണനെ എല്ലാവരെയും തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേടൻ പറഞ്ഞു വർഗീയ ജാതി ഇല്ലാതാക്കാനാണ് ജാതിയെക്കുറിച്ച് പറഞ്ഞ് ജാതി ഇല്ലാതാക്കാൻ ജാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നടപടിയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് വേടനും അറിയാം. വേടൻ്റെ ഉയർച്ച മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ എന്ന് വേടനറിയാം. പക്ഷേ വേടൻ പറയുന്നത് അതിനും കൂടി ഒരു കാരണമാണ് ഇയാളിപ്പോൾ ഇത്രയും ജാതി പറഞ്ഞത്. ഈ SC/STക്കാരാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർ ഇതിനെ വെച്ച് മുതലെടുക്കുന്നുണ്ട്. അവർക്ക് പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുതലെടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ, അങ്ങനെ കുറേ പേര് ഉണ്ട്, അച്ഛന്മാരെല്ലാവരും കൂടി വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഈ ആൽത്തറയിൽ ഇരിക്കുന്നൊരു പതിവുണ്ടല്ലോ, അതേപോലെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും വേറൊരാളും തമ്മിൽ വഴക്കുണ്ടായി. അപ്പോൾ എൻ്റെ അച്ഛന് ചുമ്മാ നീ പോടാ മാപ്പിളയെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തിരിച്ച് നീ പോടെ ചെറുമ എന്നും പറഞ്ഞു, തിരിച്ച് പറഞ്ഞു. നീ പോടെ ചെറുമ എന്നും പറഞ്ഞു. ആ പറഞ്ഞതിന് അവർ തമ്മിൽ ഭയങ്കര വഴക്കായി. അത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിച്ച് ചിരിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ പുള്ളി വൈകുന്നേരത്ത് വീട്ടിലേക്ക് പോയി അയാളുടെ മക്കളെയെല്ലാം വിളിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് ഫ്രണ്ടിൻ്റെ അമ്മയോട് പറയണം, നിങ്ങളുടെ ഭർത്താവിന് ഞാൻ കേസ് കൊടുക്കാൻ പോകണം, എന്നെ ചെറുമ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അതിശയപ്പെട്ടു. നീ ഇടാ മാപ്പിളയെ എന്ന് പറഞ്ഞപ്പോൾ അവൻ തിരിച്ചിടാ ചെറുമ, നീ പോടെ ചെറുമ എന്നും പറഞ്ഞു. അതിന് ഇത്രയും വലിയ തെറ്റാക്കിയോ? കേസ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് കളിക്കണ്ട, ഞങ്ങൾ വിളിക്കും, പക്ഷേ നിങ്ങളതുകൊണ്ട് തിരിച്ച് വിളിച്ചാൽ അത് വിധം മാറും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രിവിലേജ് വെച്ച് ഒരുപാട് പേരുണ്ട്. അതിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി സംസാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഈ കറക്റ്റ് ദേശത്ത് കോളനികളിലും അല്ലാത്തവിടെ ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംസാരിച്ചാൽ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എനിക്കത്രയേ പറയാനുള്ളൂ.